ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏവർക്കും സുഖമാണ്, സന്തോഷമാണ് എന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം. നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എഴുതി അറിയിക്കാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമൻറ്റുകൾ കേൾക്കുമ്പോഴാണ് നമുക്കൊരു, അല്ലെങ്കിൽ അത് വായിക്കുമ്പോഴാണ് നമുക്കൊരു ഊർജ്ജം ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മളെ ആൾക്കാർ നമ്മളുടെ ചാനലുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. കൂടുതലും നമുക്ക് ആർജവത്തോട് കൂടിയിട്ട് ഉത്സാഹത്തോടു കൂടി പറയുവാനായിട്ടുള്ള ഒരു ഒരു എനർജി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് കമൻറ്റുകൾ വിട്ടുകളയരുത്. സബ്സ്ക്രിപ്ഷൻ നമുക്ക് അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യം അറിയുക. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഞാൻ സിയാൽദ റെയിൽവേ സ്റ്റേഷനിൽ പോയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോഴേക്കും ഞാൻ അവിടെ സ്മിത എന്നും യശോദ എന്നും പേരുള്ള രണ്ടുപേരെ, തിരുവനന്തപുരത്ത് കാട്ടാക്കടയുള്ള അവർ രണ്ടുപേരും അവിടെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് എത്തപ്പെട്ട ആൾക്കാരാണ്. എത്തിയതല്ല, ഇവിടെ നിന്ന് പോയിട്ട് അവിടെ പോയി അങ്ങനെ ആ രീതിയിലേക്കായി മാറിയതാണ്. ഞാൻ അതേക്കുറിച്ച് ചെറുതായിട്ട് വിവരിക്കുകയുണ്ടായി. വളരെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നില്ല എന്നേ ഉള്ളൂ. അവിടെ നിന്ന് അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അവർ സെക്സ് വർക്കേഴ്സ് ആയതുകൊണ്ട് അവരുടെ കൂടെ ചെല്ലുവാനും ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ട് എന്നോട് അവർ വളരെയേറെ സ്നേഹത്തോടെ പെരുമാറുകയും നിങ്ങൾക്ക് ഞങ്ങൾ ഡിസ്കൗണ്ട് തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ള അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ പ്രലോഭിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ആ പ്രലോഭനങ്ങളിലൊന്നും വശംവദനാകാതെ ചാടി അപ്പുറത്തേക്ക് പോരുകയാണ് ഉണ്ടായത്. ഞാനത് പറയുകയുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞു, ഞാനിപ്പോൾ എനിക്ക് ഹൗറയിലേക്ക് പോകുവാനായിട്ടാണ്, ഞാൻ സിയാൽദയിൽ നിന്ന് ഹൗറയിലേക്കായിരുന്നു എനിക്ക് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഹൗറയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ ഹൗറ ബീച്ചിനടിയിൽ പോവുകയായിരിക്കും അല്ലേ, അവിടുത്തെ അപ്പോൾ നിങ്ങൾക്ക് ഹൗറ ബീച്ചിനടിയിൽ ചെല്ലാനുള്ള എല്ലാ സെറ്റപ്പുമായിട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പം പിന്നെ നമ്മളെ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് ഹൗറ ബീച്ചിൻ്റെ ചെന്നില്ല, അവിടെ പറുദീസയല്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് മറ്റൊരു ലോകത്തിലേക്കാണല്ലോ നിങ്ങൾ പോകുന്നത് ഹൗറ ബീച്ചിനടിയിൽ എന്ന്, അത് കണ്ടറിയേണ്ട കാര്യമുണ്ട്. അങ്ങനെയൊക്കെ അവർ പറഞ്ഞപ്പോഴേക്കും നമുക്ക് ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യ ജീവിക്കും ഉണ്ടാകുന്നത് പോലുള്ളൊരു ക്യൂരിയോസിറ്റിയും, അല്ലെങ്കിൽ അവരെന്താണ് ഹൗറ ബീച്ചിനടിയിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി അവിടെ ഹൗറ ബീച്ചിനടിയിൽ വലിയ ഇതുപോലുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സിൻ്റെ വലിയ എന്തെങ്കിലും കേന്ദ്രങ്ങളോ മറ്റോ ഉണ്ടായിരിക്കുമോ, അവരാ രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ഞാനൊരു പുരുഷനായതുകൊണ്ടും സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കാര്യം നമുക്ക് കേൾക്കുമ്പോൾ മറ്റെന്തിനേക്കാളും നമ്മളിങ്ങനെ ഇതുമായിട്ടൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു എന്തൂസിയാസം ഉണ്ടാകും, നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും, അതേ അറിയുവാനും അതെന്താണ് ഏതാണ് എന്ന് ഒന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള. ഞാൻ ഹൗറയിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ സിയാൽദ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഞാൻ പറയുകയുണ്ടായി, സിയാൽദ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ മനോഹരമായ, വളരെ വിശാലമായ വലിയ റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ മുൻപിൽ ഈ പണ്ടത്തെ നമ്മുടെ മൂട്ടക്കാർ പോലെ ഞാൻ പറഞ്ഞു, പ്രീമിയർ ചെറിയ മഞ്ഞയും കറുപ്പും കളറുള്ള ധാരാളം കാറുകൾ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്, ധാരാളം അവിടെ ഇങ്ങനെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വാതിക്കൽ ഇറങ്ങിയിട്ട് നമുക്ക് ഇടത്തേക്കും വലത്തേക്കും പോകാം. എനിക്ക് പോകേണ്ടത് വലത്തേക്കാണ്. വലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൗറയിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വലത്തേക്ക് കടക്കുമ്പോഴേക്കും നമുക്കവിടെ ധാരാളം നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി താഴേക്ക് ചെല്ലുന്നത് വലിയൊരു മാളത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത് പോലെയാണ് നമ്മൾ കിടക്കുന്നത്. ചെല്ലുമ്പോൾ ധാരാളം ഗലികളാണ്, അവിടെ ധാരാളം കടകളാണ്, ധാരാളം ആളുകളാണ്. നമ്മൾ ഏത് സമയത്ത് ചെന്ന് കഴിഞ്ഞാലും സിയാൽദയിലേക്ക് നമ്മൾ ചെന്നിറങ്ങി കഴിഞ്ഞാൽ, ഏത് പാതിരാത്രി ചെന്നാലും, ദിവസത്തിൻ്റെ ഏത് ടൈമിൽ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ ആയിരങ്ങൾ ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തിരക്കുകളാണ്. അവിടെ ധാരാളം കടകളുണ്ട്, മധുരപലഹാരത്തിൻ്റെ കടകളുണ്ട്, തുണിക്കടകളുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ജ്യൂസ് ഐറ്റംസ് അങ്ങനെ കൊടുക്കുന്ന കടകളുണ്ട്. എല്ലാ തരത്തിലുള്ള കടകൾ, സാധനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, മറ്റുള്ള സാധനങ്ങൾ, അങ്ങനെ വലിയ മാർക്കറ്റാണ്. നമ്മൾ എവിടെയാണ് എത്തിയത്, എങ്ങോട്ട് പോകണം, എങ്ങനെയാണ്, ഏത് വഴിയാണ് വന്നത്, ഏത് വഴിയിലേക്കാണ് പോകുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഞാൻ ആ ഗലിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു ഇടുങ്ങിയ ചില ഗലികളുണ്ട്. ഇടുങ്ങിയ ഗലികളുടെ ചില സ്ഥലങ്ങളിൽ ആൾക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂട്ടം കൂടിയും ഒറ്റയ്ക്കുമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കണമെന്ന് തോന്നുമെങ്കിൽ നമ്മളുടെ പിന്നാലെ വരുന്ന പുരുഷാരം നമ്മളെ തള്ളി ഉന്തി മുന്നോട്ട് നീക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ തിരക്കിനിടയിലും ചില സ്ഥലങ്ങളിൽ ചില ഒറ്റപ്പെട്ട ആളുകൾ അത്തരത്തിൽ നിൽക്കുമ്പോൾ നമ്മളുടെ കണ്ണുകൾ അറിയാതെ അവിടേക്ക് പോവുകയും നമുക്ക് അവിടെ എന്തോ സംതിങ് റോങ് ആണ് അവിടെ എന്നുള്ളൊരു മനോഭാവം നമ്മളിൽ ആരും പറയാതെ തന്നെ, ആരോടും ചോദിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ആ
നമ്മുടെ സിയാൽദയിൽ നിന്ന് നമ്മൾ ആ മെയിൻ റോഡിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ വലിയ ബ്രിഡ്ജുണ്ട്, ഒരു വലിയ പാലമുണ്ട്. ആ പാലം കടന്ന് പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകണം. നമുക്ക് ക്രോസ് ചെയ്തല്ല പോകേണ്ടത്, നേരെ പോയിട്ട് അവിടെ അപ്പുറത്തെ ബസ്സുകൾ ലഭ്യമാണ്. ഞാൻ ബസ്സിനാണ് പോയത്, ഹൗറയിലേക്കുള്ള ഞാൻ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ യാത്രാമധ്യേ പോകുന്ന സമയത്ത് ധാരാളം കാഴ്ചകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ സന്തോഷ് കുളങ്ങര പറയുന്നത് പോലെയാണ് എന്നെങ്കിൽ അതുവഴി നമ്മളിങ്ങനെ ഈ തിരക്കിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ധാരാളം ഇടുങ്ങിയ ഗലികളിലെ ഇരുട്ട് വീണ കോർണറുകളിൽ കെട്ടിപ്പുണർന്നു നിൽക്കുന്ന പല മനുഷ്യരെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള കാര്യമാണ്. അത് കൂടുതലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വൈകിയ സമയങ്ങളിലാണ് കൂടുതലായിട്ടും അത് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്കല്ല ഞാൻ വരുന്നത്. നമുക്കിപ്പോൾ ഹൗറയിലേക്കാണ് പോകേണ്ടത്. അപ്പം നമുക്ക് നേരെ ഹൗറയിലേക്ക് തന്നെ പോകാം. ഹൗറയിലേക്ക് പോകുന്ന യാത്രാമധ്യേ ഉണ്ടായ ചില എന്താ പറയുക, അപ്രതീക്ഷിതമായ ചില അനുഭവങ്ങൾ നമുക്ക് എന്താ പറയുക, തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സിയാൽദയിൽ നിന്ന് നമ്മൾ ഹൗറയിലേക്ക് പോകുമ്പോൾ ചില എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും. മിക്കവാർക്കും അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകാറുണ്ട്. അവിടുത്തുകാർക്ക് അത് വളരെ സുലഭമാണെങ്കിലും അവരെക്കാൾ കൂടുതലായിട്ട് അവിടെ വിസിറ്റേഴ്സായിട്ട് വരുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. ആ എക്സ്പീരിയൻസ് ഒരു വേറിട്ട അനുഭവമാണ്. വളരെ എന്താ പറയുക, ഒരു ചിരിയും സന്തോഷവും അത്ഭുതവും അല്പം ലജ്ജയും ഒക്കെ കലർന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസാണ് ആ യാത്രാമധ്യേ ഉണ്ടാകുന്ന ചില സംഗതികൾ. അത് ഞാൻ പിന്നാലെ പറയാം. ഞാനിപ്പോൾ നേരെ നമുക്ക് ഹൗറയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. നമ്മളത് നടന്ന് ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടി നമ്മൾ കടന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിപ്പോയിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്യുന്ന അപ്പുറത്തെ ബസ് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ധാരാളം ബസ്സുകൾ ഇങ്ങനെ വന്ന് നിൽക്കും. ഹൗറ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബസ്സുകൾ വന്ന് നിൽക്കുന്നതാണ്. പണ്ടത്തെ നമ്മുടെ ഇവിടേക്കുള്ള വലിയ പാട്ടവണ്ടികൾ പോലത്തെ ഒരു മെനയും വർക്കത്തും ഇല്ലാത്ത പഴയ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലുള്ള പഴയ ടൈപ്പുള്ള വണ്ടികളാണ് അവിടെ വരുന്ന ബസ്സുകളൊക്കെ. പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, പക്ഷേ അത് വളരെയേറെ എന്താ പറയുക, മൊത്തം ഒരു പാട്ടവണ്ടി എന്ന് പറയാമല്ലോ. നമ്മുടെ ഇവിടുത്തെ ബസ്സൊക്കെ നോക്കുമ്പോൾ എത്രയോ നമ്മുടെ ഇവിടുത്തെ സാധാരണ ഓടുന്ന ലൈൻ ബസ്സുകളൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ലക്ഷൂറിയസ് ബസ്സായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ചെന്നു. അപ്പോൾ നമുക്ക് റോഡിലേക്ക് കിടക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാതെ നിർവാഹമില്ല, പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കൽക്കത്തയിലെ റോഡുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കുതൂഹലമായ ഒരു കാഴ്ചയാണ് റോഡിന് നടുവിൽ കൂടി ട്രാമുകൾ പോകുന്ന കാഴ്ച. ഈ ട്രാമുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാമുകൾ എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ഒരു ബോഗി ഉണ്ടല്ലോ, ആ ട്രെയിനിൻ്റെ ഒരേ ഒരു ബോഗി, ആ ഒരു ബോഗി മാത്രം റോഡിൻ്റെ നടുവിൽ കൂടി പാളങ്ങളിലൂടെ, റോഡിനകത്ത് നടുക്കൂടെ പാളങ്ങളുണ്ട്, ആ പാളത്തിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ ഇലക്ട്രിസിറ്റിയാണ്, അതിലാണ് അത് ഓടുന്നത്. ധാരാളം ട്രാമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട്. ഈ ബസ് പോകുന്നതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഈ ട്രാമുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നമ്മുടെ മാധവിക്കുട്ടിയുടെ കഥകളിലും യശ്പാലിൻ്റെ പണ്ടത്തെ ചില കഥകളിലും പിന്നെ ചാറ്റർജിയുടെ ഉപാധ്യായുടെയൊക്കെ ചില കഥകളൊക്കെ ഉണ്ട്. അതിലൊക്കെയാണ് കൂടുതലായിട്ടും ഞാൻ ട്രാമുകളെക്കുറിച്ച് കൂടുതലായിട്ട് കേട്ടത്. ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് കൽക്കത്തയിലെ ഗലികളെക്കുറിച്ചും കൽക്കത്തയിലെ പിന്നെ ഇത്തരത്തിലുള്ള തിരക്കുകളെക്കുറിച്ചും അവിടുത്തെ മനുഷ്യരെക്കുറിച്ചും അവിടുത്തെ മനുഷ്യരുടെ കുതിരവണ്ടികളെക്കുറിച്ചും അല്ലെങ്കിൽ ട്രാമിലുള്ള യാത്രകളെക്കുറിച്ചൊക്കെ മാധവിക്കുട്ടിയുടെ ധാരാളം കഥകളിൽ അല്ലെങ്കിൽ നോവലിലൊക്കെ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്കാരി ഒത്തിരി സമയം കൊൽക്കത്തയിലുണ്ടായിരുന്ന ആളാണല്ലോ പുള്ളിക്കാരി മാധവിക്കുട്ടി. അപ്പോൾ കമലാദാസിൻ്റെ ആ നോവലുകളിലും കഥകളിലും കൂടെയൊക്കെയാണ് ഡ്രാമ. അപ്പം അങ്ങനെ വായിച്ച് കേട്ടറിഞ്ഞിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഡ്രാമിൽ എനിക്ക് കയറണമെന്നുണ്ട്, എനിക്ക് ഡ്രാമിൽ പക്ഷേങ്കിൽ എനിക്ക് ആ സമയത്ത് അന്ന് തന്നെ എനിക്ക് പിന്നെ എന്താ പറയുക ഹൗറയിലേക്ക് എത്തേണ്ടതായിട്ടുമുണ്ട്. അതിനിടയ്ക്ക് ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിലത്തെ കാര്യം എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാനുള്ള ആ ക്യൂരിയോസിറ്റി അത് മറ്റൊരു വശത്ത് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ കുതൂഹലത്തോടു കൂടിയല്ലാതെ ഏതൊരു വ്യക്തിക്കും നമുക്ക് കൽക്കത്തയിൽ പോകുമ്പോൾ നമുക്ക് കുതൂഹലത്തോടു കൂടിയല്ലാതെ അമ്പരപ്പോടു കൂടിയല്ലാതെ ഇങ്ങനെ എന്താ പറയുക ഒരു കൊച്ചുകുട്ടിയുടെ ആ ഒരു മനോഭാവത്തോടു കൂടിയല്ലാതെ നമുക്കൊരിക്കലും ഈ ട്രാമുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അതൊരു അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. റോഡിൻ്റെ നടുക്കൂടെ ട്രെയിൻ പോകുക അല്ലെങ്കിൽ റോഡിൻ്റെ നടുക്കൂടെ ട്രെയിൻ പാളങ്ങൾ പഴയതാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണെങ്കിൽ അത് ഇപ്പോഴും അത് സജീവമായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ട്രാം പോകുന്ന വഴികളൊക്കെ ക്രോസ് ചെയ്ത് ഞാൻ അപ്പുറത്തെ വശത്തേക്ക് പോയിട്ട് അവിടെ നിൽക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞു ധാരാളം ബസ്സുകളുണ്ട്. ഹൗറ എന്ന് പറഞ്ഞിട്ട് ധാരാളം ബസ്സുകൾ ഇങ്ങേക്ക് വരും. അപ്പോൾ ഞാൻ അതിൽ വന്ന ഒരു തിരക്ക് കുറഞ്ഞൊരു ബസ്സിൽ ഞാൻ കയറി. ഹൗറയ്ക്കുള്ള ഞാൻ അവർ വിളിച്ച് പറയുകയും നമുക്ക് ചോദിക്കാം. അപ്പോൾ ഹൗറയ്ക്കാണോ? അതെ, ഹൗറ സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഹൗറ സ്റ്റേഷനിലേക്കുള്ള സിയാൽദ സ്റ്റേഷനിൽ നിന്ന് ഹൗറ സ്റ്റേഷനിലേക്കുള്ള ബസ്സുകളാണ്. ഒരു മണിക്കൂർ അത്രയും ഒക്കെ യാത്ര എടുത്തുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. അത്രയും തന്നെ എടുത്തില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്കത് അത്ര സമയമേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ സിയാൽദയിൽ നിന്ന് ഞാൻ ഹൗറയിലേക്കും, ഹൗറ ബ്രിഡ്ജ് വളരെ വലിയ ബ്രിഡ്ജാണ്, നമുക്കറിയാം കിലോമീറ്ററുകൾ നീളമുണ്ട്. അത് തന്നെയുമല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ഹൗറ ബ്രിഡ്ജ്. അത്രമാത്രം ഓരോ മിനിറ്റിലും അത്രമാത്രം വാഹനങ്ങളാണ് ഹൗറ ബ്രിഡ്ജിൽ കൂടി കടന്നു പോകുന്നത്. രാത്രിയിലാണ് ഹൗറ ബ്രിഡ്ജ് നമുക്ക് കാണാനായിട്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന പിക്ചർ, ഹൗറ ബ്രിഡ്ജിനകത്ത് എടുത്ത പിക്ചർ ഞാൻ പകലാണ് എടുത്തത്. അതുകൊണ്ട് നമുക്ക് അത്രയൊരു മനോഹാരിത നമുക്ക് ലഭിക്കത്തില്ല. രാത്രിയിൽ ഹൗറ ബ്രിഡ്ജിൻ്റെ മനോഹാരിതയും ഹൗറ ബ്രിഡ്ജിനെ ചുറ്റിപ്പറ്റിയുള്ള ധാരാളം സംഗതികളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ സിയാൽദയിൽ നിന്ന് നമ്മൾ ഹൗറയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് പിന്നീട് ഞാൻ പറയാം. വളരെ വിശേഷപ്പെട്ട അനുഭവങ്ങളാണ്. നമുക്ക് തീർച്ചയായിട്ടും അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് അറിയേണ്ടതായിട്ട് ഉണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് നേരെ ഹൗറ ബ്രിഡ്ജിൻ്റെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ വാതിക്കലാണ് ഞാൻ ഇറങ്ങി. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്താണ്, വലിയ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ഹൗറ ബ്രിഡ്ജ് കടന്നാണല്ലോ വരുന്നത്. അപ്പോൾ ഹൗറ ബ്രിഡ്ജിൻ്റെ ആ മനോഹാരിതയും ഹൗറ ബ്രിഡ്ജിൻ്റെ ആ കാഴ്ചയും അതൊരു കൗതുകം മാത്രമല്ല, ഒരു അത്ഭുതമാണ്. ഹൗറ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു പാലം എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. അത് അങ്ങനെ തന്നെ നിലനിന്നിരിക്കുന്നു. അതിൻ്റെ സൈഡിൽ കൂടെ വാക്ക്വേ ഉണ്ട്, വലിയ വാഹനങ്ങൾ, ഇടതടവില്ലാതെ വാഹനങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഹൗറ ബ്രിഡ്ജ് കണ്ടപ്പോൾ എനിക്ക് ഈ ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിൽ എന്താണ് സംഭവിക്കുന്നത് അവർ പറഞ്ഞു, നമ്മുടെ സ്മിതയും യശോദയും പറഞ്ഞ, സിയാൽദയിലെ സ്മിതയും യശോദയും പറഞ്ഞ അതിൻ്റെ മനസ്സിങ്ങനെ പെരുമ്പറ കൊട്ടുകയാണ്. ഞാൻ അതുവഴി പോയി ഹൗറ ബ്രിഡ്ജ് നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടന്നിട്ട് ഞാൻ ഇടതുവശം ചേർന്നാണ് പോയത്. അത് നമുക്ക് ഹൗറ ബ്രിഡ്ജിൻ്റെ അറ്റത്ത് ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് ഇറങ്ങുവാനുള്ള വഴികളുണ്ട്. താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചെല്ലുന്ന ഒരു വലിയ പറുദീസയിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. കാരണം ഏഷ്യയിലെ ഏറ്റവും വലിയ പൂ മാർക്കറ്റ്, ഫ്ലവറിൻ്റെ മാർക്കറ്റ് ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ പൂ മാർക്കറ്റ്. നമുക്ക് ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ കാണാത്തത്ര മാത്രം പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കോടിക്കണക്കിന് ചെമ്പരത്തി പൂക്കളൊക്കെ നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ചെമ്പരത്തി, ബന്ദി, ജമന്തി, ചെത്തി, പിന്നെ ഈ നമ്മുടെ നാട്ടിലെ ഈ അഞ്ചതളുള്ള ചെമ്പരത്തി, വിടർന്ന ചെമ്പരത്തിയും മുട്ടുള്ള ചെമ്പരത്തിയും ഒക്കെ ഇത്രയും ലക്ഷക്കണക്കിന് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഈ കൽക്കത്തക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് നമുക്ക് ചുവന്ന പൂക്കളാണ് കാണാനായിട്ട് സാധിക്കുക. അവർ മഹാകാളിയുടെ ആരാധകരാണ്, ദുർഗാമായുടെ ആരാധകരാണ്, കാളിപൂജയുടെ ആൾക്കാരാണ് അവർ. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതലായിട്ട് പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന പൂക്കൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ചുവന്ന പൂക്കളാണ്, ചുവന്ന ചെമ്പരത്തി പൂക്കളാണ്. അതുമാത്രമല്ല കേട്ടോ, താമരപ്പൂക്കൾ, റോസപ്പൂക്കൾ, ഡഫോഡിൽസ്, പിന്നെ ബട്ടൂണിയ പൂക്കൾ, പിന്നെ മെറി ഗോൾഡുകൾ, എനിക്കറിയില്ല. ഇത്രയും പൂക്കളുടെ പേരൊക്കെ എനിക്കറിയത്തുള്ളൂ. അതൊന്നും അല്ലാതെ ലോകത്ത് ഞാൻ ഇന്നുവരെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്ത വലിയ പൂക്കളുടെ എന്ന് വെച്ചാൽ പൂക്കളുടെ ഒരു വലിയ മല പോലെയുള്ള പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയല്ല, ആ ഗലികളുടെ കൂടെ നമുക്ക് നടന്നു പോവുക എന്ന് പറയുന്നത് ഗലികളാണ്, പൂക്കളുടെ ഗലികളാണ്, ഓരോ തരത്തിലുള്ള പൂക്കളുടെയും ഗലികളാണ്. അതൊരു അനുഭവം തന്നെയാണ്. കൽക്കത്തയിൽ പോകുന്ന ആളുകൾക്ക് ആരെങ്കിലും നമ്മുടെ ഈ ട്രാവൽ ബിസിന് ഒരു ഇത് പറയുകയാണ്, നിങ്ങൾ എവിടെ കൽക്കത്തയ്ക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൗറ ബ്രിഡ്ജ് പോയി കാണണം, ഹൗറ സ്റ്റേഷൻ കാണണം. ഹൗറ ബ്രിഡ്ജിന് അടിയിലുള്ള ഈ പറഞ്ഞ ഈ പൂക്കളുടെ പറുദീസയിലേക്ക് നിങ്ങൾ ചെന്ന് കഴിയുമ്പോഴേക്കും ഇത്രമാത്രം കോടിക്കണക്കിന് പൂക്കൾ നമ്മളൊരു സ്ഥലത്ത് നമുക്കിങ്ങനെ നമ്മൾ ആ പൂക്കളിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ അങ്ങനെ സഞ്ചരിച്ച് ഞാൻ മുന്നോട്ട് പോയി എവിടേക്ക് പോകണമെന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ അവിടെ മലയാളികളെ കാണാൻ സാധിക്കും. അവർ ഇന്നപോലെ ഉള്ള ആളുകളാണ്. എങ്ങനെ ഉള്ള ആളുകളാണ്? ഈ സെക്സ് വർക്കേഴ്സ് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ള കാര്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലായത്. അത് ആരോട് എങ്ങനെയാണ് ചോദിക്കുന്നത്? അത് ചോദിക്കാൻ നമുക്ക് സംഭവമാണ്. ചോദിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് കരുതും? ഞാനിനി അത്തരക്കാരനാണെന്ന് അവർ ധരിക്കുമോ? അല്ലെങ്കിൽ ഞാനൊരു സെക്സ് സീക്കറാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുമോ? ഞാനിങ്ങനെ വേശ്യാലയങ്ങൾ തേടി നടക്കുന്ന ആളാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉള്ള ആ മോറൽ വാല്യൂ നമ്മളെ ഇങ്ങനെ പേടിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഞാനിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോയി അവിടെ ഇവിടെയൊക്കെ പോയി. എനിക്ക് അവിടെ അങ്ങനെ ഒരു സംഗതിയെ എനിക്ക് കാണുവാനായിട്ട് എവിടെയും ഞാൻ നോക്കിയിട്ട് അവിടെ സ്ത്രീകൾ ധാരാളം പേരുണ്ട്, ഒത്തിരി സ്ത്രീകളുണ്ട്, ഒത്തിരി പുരുഷന്മാരുമുണ്ട്. എല്ലാം കച്ചവട തിരക്കിലാണ്. ആയിരക്കണക്കിന് ആളുകൾ വരുന്നു, വലിയ കണക്കിന് പൂക്കൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. വലിയ വാഹനങ്ങളിലും ഇതിലൊക്കെ ആയിട്ട് വലിയ ചാക്കുകളാണ്, കുഞ്ഞു വലിയ ചാക്കുകൾ നിറച്ചാണ് കൊണ്ടുപോകുന്നത്. മുല്ലപ്പൂക്കളും നമ്മുടെ നല്ല സുഗന്ധമുള്ള ഒത്തിരി പൂക്കൾ. ആ പൂക്കളിൻ്റെ പേരെനിക്കിപ്പം വരുന്നില്ല കേട്ടോ, അത്രമാത്രം സംഗതികളുണ്ട്. ഒരല്പം വെള്ളം കുടിച്ചോട്ടെ, സോറി. തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ ചൂട് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമാണ് എനിക്ക്. കഞ്ഞിവെള്ളം ഇങ്ങനെ ചൂട് കഞ്ഞിവെള്ളം കുടിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ തൊണ്ടയ്ക്ക് നമുക്ക് ആ ഒരു ഇച്ചിക്ക് നമുക്ക് കുഴപ്പമില്ലാണ്ട് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനങ്ങനെ നടന്ന്
കുറച്ചുകൂടി പോയപ്പോഴേക്കും ചില ആളുകളെ കണ്ട് ഞാൻ അവരെ നോക്കി ചിരിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പൂക്കളുടെ കാര്യങ്ങൾ അത്. അപ്പോൾ ചോദിച്ചു കിതർ സേ നിങ്ങൾ എവിടെ നിന്ന് വന്നതാണ്? ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്ന് വന്നതാണ്, ഈ പൂ മാർക്കറ്റ് കാണാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ കേരളത്തിലുള്ള ആളുകളൊക്കെ കച്ചവടം, ഇല്ലല്ല ഇവിടെ എല്ലാം ബംഗാളികളാണ്, ബംഗാളികൾ മാത്രമാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലുള്ള ആളുകളൊക്കെ ഇവിടെ വരാറുണ്ടോ? ധാരാളം പേരുകൾ വരാറുണ്ട് കാണാനായിട്ട്, ടൂറിസ്റ്റുകളായിട്ടും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിലുള്ള കാര്യം എനിക്ക് അവരോട് ചോദിക്കാനായിട്ട് പറയില്ലല്ലോ. അതിൻ്റെ ആ കോൺവെർസേഷൻ അതങ്ങനെയൊന്നും ഡിസ്കസ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ മുന്നോട്ട് പോയി, വളരെയേറെ മുന്നോട്ട് പോയി. അറ്റത്ത് ചെയ്തതിന് ശേഷം ഞാൻ ഇടതുവശത്തേക്ക് പോകുമ്പോഴേക്കും അവിടെ ഹൗറ ബ്രിഡ്ജിൻ്റെ തീരമാണ്. ആ തീരത്ത് ധാരാളം ഈ പൂക്കളുടെ വേസ്റ്റായിട്ട് വരുന്ന പൂക്കളുണ്ടല്ലോ, ഈ മോശമാകുന്ന പൂക്കൾ അവർ ആ തീരത്ത് കൊണ്ട് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഈ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇച്ചിരി ഇടുങ്ങിയ സ്ഥലമാണ്. അവിടെ ഒരു സാധാരണ നമ്മൾ നടക്കുന്ന ഇപ്പുറത്തൊക്കെ പൂക്കളുടെ മനോഹരമായ ഗന്ധമാണെങ്കിൽ അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഹൗറ ആ നദിയുടെ തീരത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും യൂറിൻ ഷെഡിൻ്റെ മണം അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ മണം അങ്ങനെയുള്ള ഒരു ഗന്ധം നമുക്ക് അപ്പുറത്ത് നമുക്ക് ഇങ്ങോട്ട് ആ കാറ്റിൽ നിന്ന് നമുക്ക് വരുന്നതായിട്ട് സാധിക്കും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ പൂക്കളുടെ മുകളിൽ നിന്ന് ആളുകൾ മൂത്രം ഒഴിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. അവിടെ അപ്പുറത്ത് നദിയാണ്. അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ എന്തോ ഒരു ചെറിയൊരു പ്രത്യേകതരമായിട്ടൊരു അവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ ഒരു ഗലി, 2 ഗലിയുടെ ഇപ്പുറത്ത് പൂക്കച്ചവടം നടത്തുന്ന ഗലികളാണ്, അതിൻ്റെ അപ്പുറത്തൊരു ഗലിയാണ്. അവിടെ ഇങ്ങനെ പഴയ പൂക്കൾ ഇങ്ങനെ ധാരാളം കുന്നുകൂടി കിടക്കുന്നുണ്ട്. ഞാനപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് ചിരിച്ചു, അവൻ എന്നെ നോക്കി ചിരിച്ചു. അപ്പോൾ എൻ്റെ ചോദിച്ചു ക്യാ ചായേ, എന്താണ് വേണം? ഞാൻ ഹിന്ദിയാണ്, അവനെ ബംഗാളി അല്ലെന്ന് മനസ്സിലാകുമ്പോൾ അവർ ഹിന്ദിയിലാണ് ചോദിക്കുന്നത് ക്യാ ചായേ. ഞാൻ പറഞ്ഞു नहीं कुछ ऐसा देखने के लिए, ഞാൻ ഇങ്ങനെ കാണാനായിട്ട് വന്നതാണ്. ഓക്കെ ലഡ്കി സെ മിലേഗ. അപ്പം എന്നോട് ചോദിച്ചു പെണ്ണുമായിട്ട് മീറ്റ് ചെയ്യണമെന്നാണ് അങ്ങനെ തുറന്ന് ചോദിക്കുകയാണ്. ഞാൻ ചിരിച്ചു. തുമാരെ ഗൗവാലി, നമ്മളോട് പറയുകയാണ് നിൻ്റെ ഗൗവാലിയാണ് എന്ന് പറഞ്ഞു, നിൻ്റെ പട്ടണക്കാരിയാണ് അല്ലെങ്കിൽ നിൻ്റെ നാട്ടുകാരിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ദേക്കോ അന്തർ ജാക്കെ പിന്നെ ലെഫ്റ്റ് മോഡോ, അവിടെ ചെല്ലുമ്പോഴത്തേനും നിനക്ക് കാണാൻ സാധിക്കുന്നത്, നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നിനക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അകത്തേക്ക് പോയിട്ട് ലെഫ്റ്റിലേക്ക് നോക്കിയപ്പോഴേക്കും ഇങ്ങനെ ചെമ്പരത്തിപ്പൂക്കൾ, ചുവന്ന ചെമ്പരത്തിപ്പൂക്കൾ, ഇങ്ങനെ പഴകിയ ചെമ്പരത്തിപ്പൂക്കൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ആ ചെമ്പരത്തിപ്പൂക്കളുടെ നടുവിൽ അർത്ഥനഗ്നിയായിട്ട് ഒരു പെൺകുട്ടി വല്ലാത്തൊരു ഭാവത്തിൽ ആ പൂക്കളുടെ നടുവിൽ നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുകയില്ലേ അതുപോലെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ നോക്കി ഞാൻ ചോദിച്ചു മലയാളിയാണോ? അതെ മലയാളിയാണ്. പെട്ടെന്ന് ഞാനൊന്ന് ചോദിച്ചപ്പോഴേക്കും പുള്ളിക്കാരി വളരെ വേഗം അമ്പരന്നെങ്കിലും പിന്നീട് വളരെ പെട്ടെന്ന് റിട്ടേൺ ആ രീതിയിലേക്ക് വന്നു. മലയാളിയാണ് എന്ന് പറഞ്ഞു. മലയാളിയാണ്, കോട്ടയംകാരിയാണ് എന്ന് പറഞ്ഞു. പേരറിയണോ? എൻ്റെ പേര് അന്ന എന്ന്. അങ്ങനെ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞു. പേരറിയണോ? എൻ്റെ പേര് അന്ന എന്നാന്ന് പറഞ്ഞു. ഞാൻ നോക്കി ഈ അന്ന എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് കഷ്ടിച്ച് 20 വയസ്സ് അത്രമാത്രമേ പ്രായമുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു ഈ അന്നയുടെ സ്ഥലം കോട്ടയത്ത് എവിടെയാണ്? അതെന്തിനാണ് നിങ്ങൾ അറിയുന്നത്? നിങ്ങൾക്ക് ആവശ്യം നടന്നാൽ പോരെ? എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞാലേ കാര്യം ഉള്ളോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞല്ല, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ ഹൗറ ബ്രിഡ്ജും ഇവിടെ പൂ മാർക്കറ്റും ഒക്കെ. പൂ മാർക്കറ്റ് മാത്രം കണ്ടാൽ മതിയോ? പൂക്കളുടെ ഇടയിലുള്ള എന്നെപ്പോലെയുള്ള ആൾക്കാരെ കാണണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അതിന് അപ്പുറത്തുനിന്ന് ആ പൂക്കൾ കൂട്ടിയിട്ട പൂക്കളുടെ അപ്പുറത്തുനിന്ന് ഒരു പൂർണ്ണനഗ്നനായിട്ടുള്ള, ഏകദേശം പൂർണ്ണനഗ്നനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനും മറ്റൊരു സ്ത്രീയും അവിടെ നിന്ന് എന്താ പറയുക, നമ്മൾ ഈ പൂക്കളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഉണർന്നു. അതൊരു നമുക്ക് പറയാൻ സാധിക്കാതെ എങ്ങനെയാണത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം എന്നറിയില്ല. എൻ്റെ ലൈഫിൽ നമ്മൾ ഇമാജിനേഷനിൽ പോലും ഇല്ലാത്ത ചില സംഭവങ്ങളാണ് ഈ ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴേക്കും പിന്നീട് എനിക്ക് അല്പസമയം ഞാനൊരു 3 മിനിറ്റ് അവിടെ നിന്നപ്പോഴേക്കും ഞാൻ ഫോട്ടോ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, വീഡിയോ എടുക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി അവിടെ എന്തോ അപകടകരമായിട്ടുള്ള നമ്മുടെ സെൻസ് നമ്മളോട് പറയും നീ ഇവിടെ നിൽക്കുന്നത് അപകടമാണ്, ഇവിടെ നിന്ന് വേഗം നീ എസ്കേപ്പ് ചെയ്ത് വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പൊയ്ക്കോളൂ എന്ന്. കാരണം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പിന്നിലായിട്ട് 2-3 ബംഗാളികൾ, നല്ല തണ്ടും തടിയുമുള്ള 3-4 ബംഗാളികൾ, അപ്പുറത്ത് 2-3 ഒരല്പം പ്രായം തോന്നിക്കുന്ന തരത്തിലുള്ള ബംഗാളി സ്ത്രീകൾ, അങ്ങനെ കുറേ. അപ്പോൾ എനിക്ക് തോന്നി ഈ വേസ്റ്റ് ഇടുന്ന പൂ മാർക്കറ്റിലെ വേസ്റ്റ് ഇടുന്ന ഈ സങ്കേതത്തിൽ അവിടെ ഈ പൂക്കൾ കച്ചവടം നടത്തുന്ന ബംഗാളികളും പൂ വാങ്ങിക്കുവാനായിട്ട് വരുന്ന ബംഗാളികളും എത്തുന്ന ഒരു സങ്കേതമാണ്. അവരുടെ സെക്സ്വൽ ഫുൾഫില്ലിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് അവരുടെ കാമസംതൃപ്തിപൂരണത്തിന് വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ഥലം അവിടെ ഒരുക്കിയിരിക്കുകയാണ്. എങ്ങനെയുള്ള സ്ഥലമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിറയെ പൂക്കളുടെ പരവതാനികൾക്കകത്ത് ആ പൂക്കളുടെ പരവതാനിയുടെ ഉള്ളിലേക്ക് ഊളിയിട്ട് നടന്നത്, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കിടക്കുന്നത്, അതിൻ്റെ ഉള്ളിലാണ് അവർ മറ്റുള്ള പ്രക്രിയകളിലേക്ക് അവർ ഏർപ്പെടുന്നത്. അത്തരത്തിലുള്ളൊരു സ്ഥലം. അപ്പോൾ ഈ അന്ന എന്ന് പറഞ്ഞ സ്ത്രീ ഞാൻ പറയുകയുണ്ടായല്ലോ, വളരെ ചുവന്ന ചെമ്പരത്തി പൂക്കൾ നിറഞ്ഞ് അവിടെ ഏകദേശം അർത്ഥനഗ്നിയായി
ഗർഭിണിയായിട്ട് ഒരു 19കാരിയായിട്ട് കോട്ടയം, അവർ പറഞ്ഞു ഞാൻ കോട്ടയംകാരിയാണ്, എൻ്റെ പേര് അന്ന എന്നാണ്. എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്, ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നമുക്ക് അങ്ങനെ അറിയാനുള്ള ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവുമല്ലോ. ഒരു മലയാളിയോട് ചോദിക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ ഒരിക്കലും മറ്റുള്ളവർ നമ്മളോട് ഒരിക്കലും പറഞ്ഞു തരികയില്ല. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ദൗർഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം, എനിക്ക് തോന്നി ഞാൻ അവിടെ നിൽക്കുന്ന സിറ്റുവേഷൻ, കാരണം സമയം സന്ധ്യയായി വരുന്നു, ഞാനൊരു ഈവനിങ്ങോട് കൂടിയിട്ട് പോയതാണെങ്കിലും അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഏകദേശം ഒരു സന്ധ്യാസമയത്തിൻ്റെ പ്രതീതി പോലെയാണ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നത്. വല്ലാത്ത സമ്മിശ്രമായിട്ടുള്ള പൂക്കളുടെയും മറ്റുള്ള രീതിയിലുള്ളൊരു വല്ലാത്ത സമ്മിശ്ര ഗന്ധം, ഈ പൂക്കളുടെയും മൂത്രത്തിൻ്റെയും കൂടെ കലർന്നൊരു ഗന്ധമുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു ഗന്ധമാണത്. അങ്ങനെ ഒരു ഗന്ധം. അപ്പുറത്ത് വളരെ തിരക്കാണ്. തിരക്കിൽ പൂക്കൾ വാങ്ങിക്കൊണ്ട് പോവുകയും വാങ്ങാൻ വരികയും ചെയ്യുന്ന, ചുമന്നു കൊണ്ടുപോകുന്ന, ചൂടായിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ, അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് പാളി നോക്കുന്നുണ്ട്. ചിലർ ഇവിടേക്ക് ഇങ്ങനെ നടന്നു വന്നിട്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അതായത് ഈ പൂക്കളുടെ വേസ്റ്റുകൾ, ചിബന്തിപ്പൂക്കളുടെ വേസ്റ്റ്, ബന്ദിപ്പൂക്കളുടെ വേസ്റ്റ്, പാരിജാത പൂക്കളുടെ വേസ്റ്റ്, മുല്ലപ്പൂക്കളുടെ വേസ്റ്റ്, ഓരോ നിർഭംഗിയുള്ള പൂക്കളുടെ വേസ്റ്റിനുള്ളിലും ഓരോ പെൺകുട്ടികൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ചില തരത്തിലുള്ള കാഴ്ച ഭംഗികളും അതോടൊപ്പം തന്നെ വേദനാജനകമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം അവിടെ നടക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇത്തരത്തിലുള്ള ബിസിനസ് ആയിരിക്കാൻ നടക്കുന്നത്. പക്ഷേ ഞാൻ അവിടെ നോക്കിയപ്പോഴേക്കും ഞാൻ തിരിച്ചു നടന്നപ്പോഴത്തേക്കും ചേട്ടൻ പോവുകയാണ്, ചേട്ടൻ ഇനി തിരിച്ചിങ്ങോട്ട് വരുമോ, ചേട്ടൻ നാളെ രാവിലെ ഇങ്ങോട്ടൊന്ന് വരാമോ, എനിക്കൊന്നിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അങ്ങനെ അന്നെ അവിടെ നിന്ന് വിളിച്ച് പറയുമ്പോഴേക്കും ഒരു തടിച്ച സ്ത്രീ എന്നിട്ട് പറയാണ്, ക്യാ ബോൾ, നീ ബംഗാളി ചോദിക്കണം എന്താണ് നീ പറഞ്ഞത്, എന്താണ് പറഞ്ഞത്. ഈ അന്നയുടെ ചെവിക്കലിനിട്ട് ഒരൊറ്റ അടിയടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഭയന്നു പോയി, സത്യത്തിൽ ഞാൻ വേഗം ആ പൂമാർക്കൻ്റെ വെളിയിലേക്ക് വന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കാതെ ഞാൻ ഭയവിഹുല്ലനായി. കാരണം അന്ന എന്നോട് പറഞ്ഞത് ചേട്ടാ പോവുകയാണോ, നാളെ രാവിലെ വരുമോ, എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരു സ്ത്രീ വന്നിട്ട് അന്നയുടെ കരണക്കുറ്റിക്ക് അടിക്കുന്ന ഒരു രംഗം വന്നപ്പോൾ എനിക്ക് പ്രതികരിക്കാനായിട്ട് ഞാൻ തനിച്ചാണല്ലോ, അവർ ധാരാളം ആളുകളുണ്ട്, അവിടെ നടക്കുന്ന സിറ്റുവേഷൻ ഏതാണെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വേഗം ആ മാർക്കറ്റിൻ്റെ ഭംഗിയൊന്നും ആസ്വദിക്കാതെ തന്നെ ഞാൻ നേരെ മുകളിലേക്ക് കയറി ഹൗറ ബ്രിഡ്ജിലേക്ക് എത്തി. ഹൗറ ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് ഞാൻ താഴത്തെ പിക്ചർ എടുക്കാനും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു വേറിട്ട അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ മുൻപ് തന്നെ പറയുകയുണ്ടായി, ഏതൊരു പട്ടണത്തിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ അവരൊക്കെ നേരായ വഴിയിലൂടെ നേരിട്ട് അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരാഗ്രഹിച്ചൊരിക്കലും അവിടെ ചെല്ലുന്ന ആളുകളായിരിക്കുകയില്ല. ഒരു പക്ഷേങ്കിൽ എന്നോട് എന്താണ് പറയാനുണ്ടായിരുന്നത്, അന്ന അവിടെ ചതിയിൽപ്പെട്ടോ അല്ലെങ്കിൽ വഞ്ചനയിൽപ്പെട്ടോ ചെന്നതാണോ, അല്ലെങ്കിൽ അന്നയ്ക്ക് അവിടെ രക്ഷപ്പെടേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും പല ചോദ്യചിഹ്നങ്ങളും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ ആ ഇരുട്ട് വീണ് തുടങ്ങിയ ഹൗറ ബ്രിഡ്ജിൻ്റെ താഴെ വലിയ വിശാലമായിട്ടുള്ള ഏക്കർ കണക്കിനുള്ള ആ വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലുതായിട്ടുള്ള ആ പൂമാർക്കറ്റിൽ നിന്ന് ഞാൻ വളരെ വേഗം പുറത്തേക്ക് കടന്നു പോയപ്പോൾ എൻ്റെ ഉള്ളിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, നാളെ രാവിലെ പകൽ 10 മണിക്ക് അന്ന പറഞ്ഞതുപോലെ അവിടേക്ക് പോകാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ള ആ ചിന്തയോട് കൂടിയിട്ടാണ് ഞാൻ അന്ന് അവിടെ നിന്ന് മുകളിലേക്ക് വന്നത്. തൽക്കാലം ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ട്രാവൽസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്ര ഇതുപോലെ ധാരാളമുള്ള അനുഭവങ്ങളുടെ വലിയ ഭാണ്ഡക്കെട്ടുമായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. നമുക്ക് സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട്, സത്യത്തിൻ്റെ മറ്റൊരു കഥ നമുക്ക് കേൾക്കുവാനായിട്ട് നാളെ വൈകുന്നേരം ഞാൻ നിങ്ങളുമായി വീണ്ടും സംവദിക്കുന്നതായിരിക്കാം. തൽക്കാലം ഞാൻ നിർത്തുകയാണ്. കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾ എന്നെ വഴക്ക് പറയുമെന്നുള്ള കാര്യം എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണും വരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.